വിപ്ലവ സൂര്യൻ മാഞ്ഞു. VSന് വിട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അരങ്ങൊഴിയുമ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുള്ള ഒരു അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. സമരജീവിതത്തിന്റെ അവസാന നാൾ വരെ ഇടുക്കിയിൽ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ VS പോരാടിയിരുന്നു. 1957 ആദ്യ ദൗത്യവുമായി VS ഇടുക്കിയിലെത്തുന്നത്. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയില്ല. അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി റോസമ്മ പുന്നൂസിന്റെ പ്രചരണത്തിന് VS മല കയറിയെത്തി. റോസമ്മ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി. ഇടുക്കി എന്നും VSന്റെ രാഷ്ട്രീയത്തിന് പാകപ്പെട്ട മണ്ണായിരുന്നു. മണ്ണിന്റെയും പരിസ്ഥിതിയുടെയും തൊഴിലാളിയുടെയും രാഷ്ട്രീയത്തിൽ ചവിട്ടി VSന്റെ നിയോഗം വീണ്ടും ഇടുക്കിയിലേക്ക് എത്തിച്ചു. ഒരിക്കലല്ല, പലവട്ടം. ഇടുക്കിയിലെ ജനങ്ങൾ അതിശക്തമായ പോരാട്ടത്തിന് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. 2001 മതികെട്ടാനിൽ കയ്യേറ്റത്തിനെതിരെ പ്രതിഷേധമുയർത്തി പ്രതിപക്ഷ നേതാവായിരുന്ന VS വീണ്ടും ഇടുക്കിയിലെത്തി. സന്ദർശനത്തിന്റെ അലയലികൾക്കൊടുവിൽ മതികെട്ടാൻ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെടുന്നു. എന്റെ വാദം കേൾക്കാൻ കോടതി നിൽക്കാതെ ഏകപക്ഷീയമായ ഒരു വിധിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന്. പക്ഷേ കേരളം ഞെട്ടിയത് 2007 മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലാണ്. VS അയച്ച പൂച്ചകൾ അനധികൃത കയ്യേറ്റങ്ങൾ ഇടിച്ചു നിരത്തി. നടപടികൾക്ക് മുഖ്യമന്ത്രി നേരിട്ടെത്തി നേതൃത്വം നൽകി. പക്ഷേ ഇടുക്കിയിലെ പാർട്ടി VSനോട് ഇടഞ്ഞതോടെ എല്ലാം പൊടുന്നനെ നിന്നുപോയി. ചൂഷണം സഹിക്കവയ്യാതെ തെരുവിലിറങ്ങിയ മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകളെ കാണാനാണ് പുന്നപ്രയുടെ സമരവീര്യം ഒടുവിൽ മല കയറിയെത്തിയത്. പിന്തുണ നൽകാൻ ഒരു രാഷ്ട്രീയ കക്ഷിയും തയ്യാറാകാതിരുന്നപ്പോഴാണ് VS പെമ്പിളെ ഒരുമൈ സമരപ്പന്തലിൽ ഒരു പകലും രാത്രിയും സമരക്കാർക്കൊപ്പം നിന്നത്. പുതിയ നിയമങ്ങളുടെയും ഭൂമിചട്ടങ്ങളുടെയും കാലത്ത് VS മുന്നോട്ടുവെച്ച ആശയം ഇടുക്കിയിൽ മാഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ മണ്ണിന്റെ മക്കളും ഇവിടുത്തെ തൊഴിലാളികളും ആ നേതാവിനെ മറക്കാൻ വഴിയില്ല.